ദേവദാരുവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം എന്തെന്നാൽ ശ്രീ പത്മനാഭൻ്റെ ഇഷ്ടനിവേദ്യമായ ഉപ്പുമാങ്ങയെ പറ്റിയാണ്. ഇത് ഒരു വേറിട്ട ഒരു സംഭവമാണ്, വേറിട്ട ഒരു കഥയാണ്. അത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഇപ്പം നമുക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാത്തവരായിട്ട് ആരും തന്നെ കാണുകയില്ല. ഭഗവാനെ ഞാനും പോയിട്ടുണ്ട്, ദർശനം നടത്തിയിട്ടുണ്ട്, തൊഴുതിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ ആ ഇഷ്ട നിവേദ്യമായ ഉപ്പുമാങ്ങയെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. അതായത് ഘോരമായ ശബ്ദത്തോടെ ഇലിപ്പമരം രണ്ടായിട്ട് സ്വാമിയാരുടെ മുന്നിൽ ഒടിഞ്ഞു വീണു. തെക്ക് തിരുവല്ലതു തലവെച്ചു വടക്ക് തൃപ്പാദപുരത്തേക്ക് നീണ്ട് ആ വിശ്വരൂപം തൻ്റെ മുന്നിൽ 1000 സൂര്യ തേജസ്സോടെ ആവിർഭവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുലയി കൊടുത്ത തീനാളം എരിയുകയായിരുന്നു. അദ്ദേഹം നിലവിളിച്ചു, ശ്രീ പത്മനാഭ, അഖില ഗുരു, ഭഗവൻ നമസ്തേ. ഇന്നും നമ്മളിലെല്ലാം ഓരോരുത്തരിലും ആ സന്നിധിയിൽ അനുഭവിക്കുന്ന കാര്യമാണിത്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ആ ഭഗവാനെ കണ്ട് തൊഴുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണിത്. അതിനുശേഷമാണ് കണ്ണിമാങ്ങ ചിരട്ടയിൽ നിവേദിച്ചതും നിത്യവും ആദ്യ നിവേദ്യമായിട്ട് അത് അവിടെ ഇന്നും പിന്തുടരുന്നതും നമുക്കെല്ലാം പരിചിതമായ ഒരു കാര്യമാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ കോണിലാണ് ഈ നിവേദ്യ മാങ്ങകൾ അവിടെ നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. എന്നാൽ ധർമ്മരാജാവിനെ അത്ഭുതപ്പെടുത്തിയതും ഐതിഹ്യമാലയിലൊക്കെ പറഞ്ഞിട്ടുള്ളതുമായ ഉപ്പുമാങ്ങയുടെ ഒരു കഥ ഞാൻ നിങ്ങളുമായിട്ടിന്ന് പറയാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കൊല്ലം 973 നാട് നീങ്ങിയ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് രാജ്യം വാണുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുറജപക്കാലത്ത് ഒരു ദിവസം നമ്പൂതിരിമാർ അത്താഴം ഉണ്ടുകൊണ്ടിരുന്ന ആ ഒരു സമയം, അത്താഴത്തിൻ്റെ ആ ഒരു വെടിപ്പും കേമത്വവും ഒക്കെ കൊണ്ട് ഒരു നമ്പൂതിരി മറ്റൊരു നമ്പൂതിരിയോട് ഇപ്രകാരം പറഞ്ഞു, എടോ, എന്താ അത്താഴം കേമം തന്നെ അല്ലേ? ഇങ്ങനെ മറ്റൊരു സ്ഥലത്ത് നടക്കാൻ പ്രയാസമുണ്ട്, അങ്ങനെയല്ലയോ എന്നങ്ങനെ ചോദിച്ചു. അപ്പോൾ കേട്ടത് ആ മറ്റേ നമ്പൂതിരി പറഞ്ഞു, അങ്ങനെ തന്നെ, ഒരു സംശയമില്ല. എങ്കിലും ആ പാണ്ടമ്പറത്തെ ഉപ്പുമാങ്ങയുടെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ജാത്യമായേനെ. ആ ഒരു കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ സമയം തിരുമനസ്സുകൊണ്ട് കോവിലിൽ എഴുന്നള്ളി പ്രദക്ഷിണമായി പോവുകയായിരുന്നു. നമ്പൂതിരിമാർ തിരുമനസ്സിനെ കണ്ടില്ല. എങ്കിലും അവിടുന്ന് ഈ സംഭാഷണം കേൾക്കുകയും അത് പറഞ്ഞ നമ്പൂതിരി ഇന്നാരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ തിരുമനസ്സുകൊണ്ട് ഗൂഢമായി ഒരാളെ അയച്ചു. പിന്നത്തെ മുറയായപ്പോഴേക്കും കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ വരുത്തി. ഒരു ദിവസം അത്താഴത്തിന് പുളി വിളമ്പിച്ചു. അവിടുത്തെ മുറജപം വകയ്ക്കായി പല വിധത്തിൽ ഉപ്പിലിട്ടിട്ടുള്ള മാങ്ങകൾ, പുളികളൊക്കെ വിളമ്പിയ കൂട്ടത്തിലാണ് ഇതും വിളമ്പിയത്. കോടൻ ഭരണിയിലെ മാങ്ങ വരുത്തിയ കഥ യാതൊരുത്തരും അറിഞ്ഞതുമില്ല. എങ്കിലും മേൽപ്പറഞ്ഞ നമ്പൂതിരി ഈ മാങ്ങ കഷ്ണം എടുത്ത് കഴിച്ച ഉടനെ, ഓഹോ, ആ കുറവ് തീർന്നു. എടാ യോഗ്യ, നീ ഇവിടെ വന്നു ചേർന്നോ എന്ന് പറഞ്ഞത്രേ. അപ്പോൾ അടുക്കലിരുന്ന വേറെ നമ്പൂതിരി, ഈ മാങ്ങ സാക്ഷാൽ കോടൻ ഭരണിയിലേതാണ് എന്ന് പറഞ്ഞു. തിരുമനസ്സുകൊണ്ട് ആ സമയവും കോവിലിൽ എഴുന്നള്ളിയിട്ടുണ്ടായിരുന്നതിനാൽ അതും കേട്ടു. കൊട്ടാരത്തിൽ എഴുന്നള്ളിയ ഉടനെ ആ നമ്പൂതിരിയെ വരുത്തി, അങ്ങേപ്പോലെ സ്വാദറിഞ്ഞു ഭക്ഷിക്കുന്നവർ ചുരുക്കമാണ് എന്നും മറ്റും സന്തോഷപൂർവ്വം പറയുകയും നമ്പൂതിരിക്ക് സമ്മാനമൊക്കെ കൊടുത്തയക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെയാണ് കോടൻ ഭരണിയുടെയും അതിലെ മാങ്ങയുടെയും വിശേഷം. ആ മാങ്ങ ഒരിക്കൽ കൂട്ടിയിട്ടുള്ളവർ അതിൻ്റെ സ്വാദ് ഒരിക്കലും മറക്കുകയില്ല. ആ കോടൻ ഭരണി ആ ഇല്ലത്ത് ഇന്നും ഇരിക്കുന്നുണ്ട്. അതിലെ മാങ്ങയ്ക്കുള്ള അന്യമായ ആ ഒരു ആ അസാധാരണമായ ആ വിശേഷം ഇന്നും കണ്ടുവരുന്നുമുണ്ട്. ഇത് പ്രതിഷ്ഠാനന്തരം ഭഗവാന് ചിരട്ടയിൽ നിവേദിച്ച കണ്ണിമാങ്ങ അതിസമ്പന്നതയിലും ലാളിത്യത്തിൻ്റെ നന്മയുള്ള രുചിയുമായി എന്നും വിളങ്ങുന്നു. നമോ ഭഗവതേ വാസുദേവായ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.